എക്സാലോജിക്കിനെതിരായ കേന്ദ്ര അന്വേഷണത്തിൽ KSIDCക്ക് കുരുക്കായത് മറുപടികളിലെ അവ്യക്തത. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ ചോദ്യങ്ങൾക്ക് എല്ലാ ഉത്തരവാദിത്വവും CMRLന്റെ തലയിലിട്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു KSIDC. CMRLൽ ഓഹരിയുണ്ടെങ്കിലും എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ തങ്ങൾക്ക് ഒരു പങ്കുമില്ലെന്നായിരുന്നു KSIDCയുടെ മറുപടി. സെയ്ഫ് സൈലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, KSIDCക്കെതിരെ കൂടിയാണ് അന്വേഷണം നടക്കുന്നത്. ഈ ഘട്ടത്തിൽ KSIDCക്ക് കുരുക്കായത് KSIDC നൽകിയ മറുപടികളിലെ അവ്യക്തതയാണെന്നാണോ? അതെ ജിൽസി, എക്സാലോജിക്കും CMRLനും എതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ സർക്കാർ വകുപ്പായ KSIDC കൂടി പെട്ടിരുന്നു. ഡിസംബർ 26-നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എറണാകുളം യൂണിറ്റ് എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ KSIDCയോട് തേടിയത്. നോട്ടീസ് മുഖേനയായിരുന്നു വിശദാംശങ്ങൾ ആരാഞ്ഞത്. ആദായ നികുതി വകുപ്പ് തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവിന് പിന്നാലെ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു നോട്ടീസ് ROC നോട്ടീസ് നൽകിയത്. എക്സാലോജിക്കുമായുള്ള എല്ലാ ഇടപാടിന്റെയും ചുമതല CMRLന് മാത്രമാണെന്നും തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്നുമായിരുന്നു KSIDC നൽകിയ മറുപടി. ഓഹരി ഉടമ എന്നതിനപ്പുറം CMRLുമായി ഒരു ബന്ധവുമില്ല എന്നതായിരുന്നു ഈ മറുപടിയുടെ രത്ന ചുരുക്കം. ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും CMRLനോട് ഒരു വിശദീകരണവും തേടാതെയായിരുന്നു KSIDC മറുപടി നൽകിയത്. ഇതോടുകൂടിയാണ് KSIDCക്ക് കുരുക്കായി അന്വേഷണം വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. സേവനം കിട്ടിയിട്ടാണ് പണം നൽകിയതെന്ന് ബോർഡ് മീറ്റിംഗിൽ CMRL വിശദീകരിച്ചതിനപ്പുറം KSIDC പിന്നീട് ഒരു ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. കമ്പനികാര്യ മന്ത്രാലയം വിശദമായ അന്വേഷണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും KSIDCക്ക് ഇനി കൃത്യമായ മറുപടികൾ നൽകേണ്ടി വരികയും ചെയ്യും. തീർച്ചയായും. സെയ്ഫ് സൈലാബ്ദീനാണ് വിവരങ്ങൾ